ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സവിതാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ചക്കയും കൊണ്ട് എന്താ പരിപാടി എന്നല്ല, വേറെ ഒന്നുമല്ല കേട്ടോ. ഒന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ രാത്രിയിലത്തെ മഴയിൽ നല്ലൊരു പഴുത്ത ചക്ക വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നു. നമുക്കാണെങ്കിലും വീട്ടിലിതൊന്നും എടുത്ത് ചെയ്യാനുള്ള ടൈമില്ലല്ലോ, കടയിലേക്ക് പോകണ്ട. അപ്പോൾ കടയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കഷ്ണം ചക്ക ഞാനങ്ങനെ കൈ പിടിച്ചു. എന്നിട്ട് കടയിൽ പോയിട്ട് ഇന്നിപ്പോൾ മല്ലി മുളകും പൊടിക്കലല്ലേ, ഒരു ദിവസം ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനെന്തായാലും രാവിലെ പോകുമ്പോൾ ചക്ക മാത്രമല്ല കേട്ടോ, അത് കുമ്പിൾ കുത്താനുള്ള പ്ലാവിൻ്റെ ഇലയും ഈർക്കിളിയും വാഴയിലയും എല്ലാം കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ മെയിൻ സാധനം ഒന്ന് ഞാൻ മറന്നു കേട്ടോ, തേങ്ങ ചിരവിയത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ വിനീതേച്ചിനെ വിളിച്ചിട്ട് തേങ്ങ കുറച്ച് കൊടുന്ന് വരുമോ ചോദിക്കാമെന്ന് വിചാരിച്ചു. പുള്ളി അത് കേട്ട പാടി തേങ്ങ ഒക്കെ ചിരവി നമുക്കത് കൊടിഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കടയിൽ തന്നെയാണ് എല്ലാം ശരിയാക്കണത്. ആദ്യം ചക്കൊക്കെ നന്നായിട്ട് നുറുക്കി മിക്സിയിലിട്ട് അടിച്ചു. അതിനുശേഷം ഇത് ശർക്കരപ്പാനി ഉണ്ടാക്കി കേട്ടോ. അത് നമ്മുടെ കടയത്തെ പൊടികൾ തന്നെയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ പൊടിച്ച് വെച്ചത്. നമ്മളിതുപോലത്തെ സ്റ്റീൽ കണ്ടെയ്നറിലാണ് നമ്മളിത് പൊടികളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് പൊടിയൊക്കെ എടുത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു ചക്കയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ഒഴിച്ചു. ഒരല്പം ഗോതമ്പ് പൊടിയും കൂടെ ഞങ്ങളിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ ഗോതമ്പ് പൊടി നല്ലത്. അങ്ങനെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ടൈമിലായിട്ട് നമ്മുടെ വിനീതേച്ചി തേങ്ങ ചിരവിയതായിട്ട് വന്നത്. അപ്പോൾ അതിൽ കൂടെ കുറച്ച് ശർക്കര പാനയും കൂടെ ഒഴിച്ച് അതൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും തേങ്ങ ചിരവിയതും കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ തേങ്ങ ചിരവിയതും കൂടെ അതിൽ കൂടെ ഒന്നിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് നന്നായി മിക്സ് ചെയ്തിട്ട് ആദ്യം നമ്മൾ പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തിയിട്ട് അതിലേക്കാണ് കേട്ടോ മാവ് നിറച്ചത്. കുറച്ച് പ്ലാവിൻ്റെ ഇല ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാൻ 2 വാഴയുടെ ഇല കൊണ്ടുണ്ടായിരുന്നു, പക്ഷെ തികഞ്ഞില്ല. മാവ് എടുത്തത് കുറച്ച് അധികമായിപ്പോയി. അപ്പോൾ പിന്നെ ഞാനും ഹൈറത്താത്തയും കൂടെ പോയി റോഡ് സൈഡിൽ വാഴ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ആരോടും ചോദിച്ചില്ല, ഞങ്ങൾ വാഴയിൽ പറിച്ച് കൊടുന്ന് അങ്ങനെ നിറച്ച് സ്റ്റീമറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ വീട്ടിലല്ലല്ലോ, കടയിലല്ല. അപ്പോൾ നമ്മൾ കടയിലുള്ള മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സ്റ്റീമറിലാണ് കേട്ടോ, ട്രെയിലൊക്കെ ആക്കിയിട്ട് 2 ട്രേ ഉണ്ടായിരുന്നു കേട്ടോ. ട്രെയിലൊക്കെ ആക്കി സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മളത് ആവി കയറ്റാൻ വെച്ചു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ട് നമ്മുടെ നഴ്സറി കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ ടീച്ചറേയും കൂടെ പിടിച്ചിട്ട് നല്ല ഇലയട ഉണ്ടാക്കുന്നുണ്ട്. ചക്ക ഇട്ടിട്ടുള്ള ഇലയടയാണ്. ടീച്ചറൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ടീച്ചറേയും കൂടെ ഞങ്ങളവിടെ പിടിച്ചെത്തിയിട്ട് അങ്ങനെ അതേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് വെന്ത ഒരു സമയത്ത് അങ്ങനെ അതേ സ്റ്റീമർ തുറക്കുമ്പോൾ നല്ല ആവി വന്നിട്ടുണ്ടല്ലോ, ആ ചക്ക ഇലയുടെ ഒരു മണം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ രസമായിട്ട് കഴിച്ചു.